കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം കുട്ടി ഹാജിയുടെ വീട് RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ സന്ദർശിച്ചു. ഇബ്രാഹിം ഹാജിയുടെ പരാതികൾ യഥാസമയം പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇത്തരം സംഭവത്തിലേക്ക് എത്തിച്ചതെന്നും മനയത്ത് ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇബ്രാഹിം ഹാജിയുടെ പരാതികൾ യഥാസമയം പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇത്തരം സംഭവത്തിലേക്ക് എത്തിച്ചതെന്നും സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളെയും ഉൾപ്പെടുത്തണമെന്നും സർക്കാരിൽ നിന്നും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് നൽകാനുള്ള കുടിശ്ശിക തുകകൾ ഉടൻ തന്നെ നൽകണമെന്നും മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത ഇബ്രാഹിമിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തിപരമായും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. വടകര വരുമ്പോഴെപ്പോഴും ബന്ധപ്പെടാറുണ്ടായിരുന്നു. ആ ദാരുണമായ സംഭവത്തിനിടയാക്കിയത് ബന്ധപ്പെട്ട ആളുകളുടെ അശ്രദ്ധയും പ്രശ്നങ്ങളെ ഗൗരവമായി പരിഗണിക്കാത്തതുമാണ്. 75 ലക്ഷത്തോളം രൂപ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം ഇതൊരു പരിഹാരം, നീതി ലഭിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണം വരുത്തിവെച്ച പ്രയാസങ്ങൾ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുമില്ലെങ്കിലും നിക്ഷേപത്തിൻ്റെ കൂടെ നഷ്ടപരിഹാരവും കൂടി കൊടുക്കാൻ സഹകരണ വകുപ്പും ഗവൺമെൻറ്റും തയ്യാറാവണം. കേരളത്തിലെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് എല്ലാം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെടുക്കുന്ന വർക്കുകൾ പൂർത്തീകരിച്ചിട്ടും സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതുകൊണ്ട് അടിയന്തരമായും സർക്കാർ മുൻകൈയെടുത്ത് കേരളത്തിലെ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവർ വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അവരുടെ കുടിശ്ശിക മുഴുവൻ കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥാപനങ്ങളിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസിൽ ആവർത്തിക്കാൻ ഇടയാകും. അടുത്ത ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ച നിക്ഷേപ ഗ്യാരണ്ടി സ്കീമുണ്ട്. അതിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വരുന്നില്ല. അപ്പോൾ അത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൂടി അത് ഉൾപ്പെടുത്തുകയും ചെയ്യണം. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൻ്റെ പരിധി ഇപ്പം 5 ലക്ഷം വന്നു, 10 ലക്ഷമായി. അത് നിക്ഷേപത്തിൻ്റെ അത്രയും തുക അതിൻ്റെ വിഹിതം ഈ സ്കീമിലേക്ക് സർക്കാർ ഈടാക്കുന്നുണ്ട്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൂടി അതിൽ ഉൾപ്പെടുത്തുകയും അതിൻ്റെ പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. മറ്റൊന്ന്, സഹകരണ വകുപ്പ് ഒരു പുനരുജ്ജീവന ഫണ്ട്, ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനത്തിന് വേണ്ടി ഫണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതും ഫലപ്രദമായി വിനിയോഗിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. പിന്നെ ഇത്രയും സംഭവം ഇപ്പം പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അത്തരമൊരു സംഭവമുള്ള അടിയന്തരമായും കേസ് രജിസ്റ്റർ ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സഹകരണ വകുപ്പും പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ 75 ലക്ഷം രൂപ നിക്ഷേപിച്ചതിന് പലരും ആരോട് പറഞ്ഞിട്ടും ആരും അത് ഏറ്റെടുക്കുന്നില്ല, ആരും സഹായിക്കുന്നില്ല, ആരും പിന്തുണക്കുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് ഇബ്രാഹിം ഹാജി ഒരു വളരെ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന രൂപത്തിൽ പെട്രോൾ ഒഴിച്ച് ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ സംവിധാനം സഹകരണ വകുപ്പും സർക്കാരും ആഭ്യന്തര വകുപ്പും ചെയ്യുക എന്നതാണ് ഇതിന് പരിഹാരം. അദ്ദേഹത്തിന് നിക്ഷേപത്തോടൊപ്പം ഈ ഒരു വലിയ ദുരന്തത്തിന് നഷ്ടപരിഹാരവും കൂടി നൽകി പ്രശ്നം അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് TN മനോജ്, മഹിളാ ജനതാ മണ്ഡലം പ്രസിഡന്റ് പുഷ്പ,
RJD പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബാലകൃഷ്ണൻ, വാഴയിൽ സുരേന്ദ്രൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.